അവിടെ 27 കൊല്ലങ്ങൾക്ക് ശേഷമാണ് നമുക്കറിയാം BJP അധികാരത്തിലേക്ക് എത്തുന്നത്. ആ BJP അധികാരത്തിലേക്ക് എത്തുമ്പോൾ കുടിലിന് പകരം വീട് എന്നുള്ളതായിരുന്നു അവരുടെ തെരഞ്ഞെടുപ്പിന്റെ വാഗ്ദാനങ്ങളിലൊന്നും. കൂടാതെ കുറെ കൂടി വെൽഫെയർ ആയിട്ടുള്ള മെഷേഴ്സ് നടപ്പിലാക്കുമെന്നും ഈ ചേരികളൊക്കെ തന്നെ ആം ആദ്മി പാർട്ടിക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിഞ്ഞില്ലെന്നും എന്തുകൊണ്ടാണ് ഇത്തരം ആളുകൾ ഇപ്പോഴും ചേരികളിലും കുടിലുകളിലും ഒക്കെ താമസിക്കേണ്ടി വരുന്നതെന്നും ഒക്കെയുള്ള വലിയ ചോദ്യങ്ങൾ ആളുകളുടെ മുമ്പിൽ ഉയർത്തിയിരുന്നു. പക്ഷെ എന്നിട്ട് പോലും നിങ്ങൾ അറിയേണ്ടത് ഈ ചേരികൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളൊക്കെ തന്നെ കൂടുതലായും സപ്പോർട്ട് ചെയ്തിരുന്നത് ആം ആദ്മി പാർട്ടിയൊക്കെയാണ്. ചില സ്ഥലങ്ങളിൽ അസദുദ്ദീൻ ഒവൈസിയെ പോലെയുള്ള ആളുകൾ വന്ന് വോട്ടുകൾ ഭിന്നിക്കാൻ സഹായിച്ചുവെങ്കിൽ പോലും മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ ഈ അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ കൊടുക്കുന്ന ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. ആം ആദ്മി പാർട്ടിയുടെ പാർട്ടി സ്ട്രക്ചർ ഇപ്പോഴും താഴേക്ക് വളരെ സജ്ജമായിട്ടിരിക്കുകയാണ്. അപ്പൊ ആ പാർട്ടി സ്ട്രക്ചറിനെയൊക്കെ തന്നെ ഉത്തേജിപ്പിക്കുവാനും അവിടെ നരേന്ദ്രമോദിക്കെതിരെയും BJPക്കെതിരെയുള്ള ഒരു പടയൊരുക്കം നടത്തുവാനും ഒക്കെ ഇത് സാധിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.